ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്ററിലെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 5th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 ചാപ്റ്ററിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി 5th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ 5th ചാപ്റ്റർ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിളായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കോമ്പൻസേഷൻ പ്ലാനിങ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ എംപ്ലോയീസിനും അവരുടെ ആ ഒരു ജോബിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വേജസ് കൊടുക്കണം അല്ലേ. അപ്പം അങ്ങനെ എത്രയാണ് ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് വേജ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേജ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യുന്നതിന് പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എത്രയാണ് അവർക്ക് കൂലി കൊടുക്കേണ്ടത് എന്നുള്ളത് ആ എന്താ പറയുക വേജിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത്, പിന്നെ അതേപോലെ എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊരു കോമ്പൻസേഷൻ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതിനെയാണ് കോമ്പൻസേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൻസേഷൻ പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുക. പിന്നെ എന്തൊക്കെയാണ് നല്ല ഒരു ഗുഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി സ്ട്രക്ചറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ അവിടെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇൻറ്റേർണൽ ഇക്വിറ്റി വേണം, എക്സ്റ്റേണൽ ഇക്വിറ്റി വേണം അല്ലേ. എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരു തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ആ ഒരു ഇത് കൊണ്ടുവരണം. ദെൻ മെയിൻറ്റെയിൻ റിയൽ വേജസ്, ഫ്ലെക്സിബിലിറ്റി, ലിങ്ക് വിത്ത് പ്രൊഡക്ടിവിറ്റി, മോട്ടിവേഷൻ, സ്റ്റെബിലിറ്റി, സിംപ്ലിസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എന്താ പറയുക നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതിൽ ടൈം വേജ് ഉണ്ട്, അതേപോലെ പീസ് റേറ്റ് ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്താണ് ടൈം റേറ്റ്, എന്താണ് പീസ് റേറ്റ്. ഓക്കെ, അതുകൂടാതെ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ എസ്സേക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇൻസെൻറ്റീവ് സ്കീം. അപ്പോൾ ഇൻസെൻറ്റീവ് സ്കീമിൽ തന്നെ 2 ടൈപ്പ് ഇൻസെൻറ്റീവ്സ് ഉണ്ട്, സ്കീമുണ്ട്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമും ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീമും. ഇൻഡിവിജ്വൽ തന്നെ ഒരുപാട് പേരുടെ ഹാൾസെ പ്ലാൻ, റോവൻ പ്ലാൻ, എമേഴ്സൺ, ബെഡോക്സ് പോയിന്റ് ഓഫ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമുണ്ട്. പിന്നെ അതേപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസ്റ്റ് മാൻ പ്ലാന്, സീസണൽ പ്ലാന്, കോ പാർട്ണർഷിപ്പ്, പ്രോഫിറ്റ് ഷെയറിങ്. ഇതൊന്നും കൂടാതെ വേറെയും കുറേ മെറിക്ക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, ഗാൺ ടാസ്ക് പ്ലാന്, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീമുണ്ട്. അപ്പം ഇൻസെൻറ്റീവ് സ്കീം 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക നിങ്ങളിപ്പോൾ താൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമും അതേപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീമും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാതും നമ്മൾ ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ഇനി പഠിക്കാൻ പോകുന്നതാണ്, വരും ഇതിലേക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. അടുത്തത് വരുന്നതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്? അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന നോർമൽ വേജും അലവൻസിനും പുറമെ ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന എന്തെങ്കിലും ബെനിഫിറ്റിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റിൽ പെടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു 5th ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻ്റായിട്ട് അറിയിക്കുക, ഡീറ്റെയിൽസ് ക്ലാസ് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തിയറി സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എടുത്തു പോകുന്നത്. ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.